السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, സന്തോഷത്തിലും സങ്കടത്തിലും, ജയത്തിലും പരാജയത്തിലും, എളുപ്പത്തിലും പ്രയാസത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, സന്തോഷത്തിലും സങ്കടത്തിലും, എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വീതി കുറഞ്ഞ, നിറയെ കുണ്ടും കുഴികളുമുള്ള ഒരു റോഡ്, വളരെ ഒരു ചെറിയ ഒരു മാരുതിക്കാരന് പോകാനുള്ള അത്ര വീതിയേ ഉള്ളൂ. റോഡാകെ പൊളിഞ്ഞിട്ടുണ്ട്, കുണ്ടും കുഴിയായിട്ട് ആകെപ്പാടെ. അത്തരമൊരു വഴിയിലൂടെ ഒരാൾ ബൈക്ക് ഓടിച്ചു പോവാണ്. ആ റോഡിലൂടെയാണ് അയാൾ ബൈക്ക് ഓടിക്കുന്നത്. ഏകദേശം കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലായിരിക്കും അയാൾ ബൈക്ക് ഓടിക്കുക? വളരെ സ്ലോ അല്ലേ? ഫസ്റ്റ് ഗിയറിൽ, സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോ കുഴിയും വെട്ടിച്ച് കുഴിയിൽ വീഴാതെ വളരെ ശ്രദ്ധിച്ച് അപ്പുറത്തുള്ള വാഹനം വരുമ്പോൾ സൈഡാക്കി കൊടുത്ത് അയാൾ അങ്ങനെ ഓടിക്കാൻ. അങ്ങനെ ഓടിച്ചിട്ട് ആ ചെറിയ റോഡ് പോയി ചേർന്നത് വളരെ വിശാലമായ ഒരു ഹൈവേയിലേക്കാണ്. ആ ഹൈവേയിൽ വളരെ നല്ല റോഡാണ്. ആ റോഡിലേക്ക് തൻ്റെ ബൈക്ക് കയറിയപ്പോൾ അയാൾക്ക് ഭയങ്കര ആശ്വാസം. നല്ല റോഡ്, നല്ല റബ്ബറൈസ്ഡ് നല്ല റോഡ്. ആ റോഡിലേക്ക് ബൈക്ക് കയറലും വളരെ പെട്ടെന്ന് അയാൾ ഗിയർ മാറിയിട്ട് തൻ്റെ ബൈക്കിന്റെ സ്പീഡ് 60, 80, 90 ഉയർത്തി. ആ പോകുന്ന വഴിയിൽ റോഡിന്റെ നടുവിൽ നല്ല ഒരു കുഴി ഉണ്ടായിരുന്നു, ആഴമുള്ള ഒരു കുഴി. എങ്ങനെയോ മഴ പെയ്ത് രൂപപ്പെട്ട കുഴിയാണ്. ആ കുഴിയുടെ മുമ്പിലെത്തിയപ്പോഴാണ് ആ കുഴി കണ്ടത്. വെട്ടിക്കാനോ മാറാനോ സാധിച്ചില്ല. ആ ബൈക്കിന്റെ മുൻ ചക്രം ആ കുഴിയിലേക്ക് വീഴുകയും ബൈക്ക് തലതിരിഞ്ഞ് റോഡിന്റെ നടുവിലേക്ക് വീഴുകയും അയാൾ ദൂരത്തേക്ക് തെറിച്ചു വീഴുകയും അയാളുടെ തലക്ക് മുകളിലൂടെ പിന്നാലെ വന്ന ലോറി കയറി ഇറങ്ങുകയും ചെയ്തു. മുഖം പോലും കാണാനാവാതെ ആ മയ്യത്ത് വീട്ടുകാരുടെ മുമ്പിലൂടെ പള്ളിപ്പറമ്പിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. എന്തെങ്ങൾക്ക് മനസ്സിലായത്? അയാൾ ആദ്യം സഞ്ചരിച്ചത് വളരെ പൊട്ടിപ്പൊളിഞ്ഞ 100 കണക്കിന് കുഴികളുള്ള റോഡിലൂടെയാണ് സഞ്ചരിച്ചത്. പക്ഷേ ഒരു കുഴിയിൽ പോലും അയാൾ വീണില്ല. എന്താ വീഴാഞ്ഞത്? അയാൾ തിരിച്ചറിഞ്ഞു ഇവിടെ കുഴിയുണ്ട്, അതുകൊണ്ട് വളരെ നിയന്ത്രിതമായിട്ട് അയാൾ ബൈക്ക് ഓടിച്ചത്. എന്നാൽ വിശാലമായ ഒരു റോഡിലേക്ക് അയാൾ കയറി ചെന്നപ്പോ അയാൾ തന്റെ മുമ്പിൽ ഒരു കുഴി ഉണ്ടാകുമെന്ന് കരുതിയത് പോലുമില്ല. അങ്ങനെ 100 സ്പീഡിലേക്ക് ആ ബൈക്ക് മാറിയപ്പോൾ തന്റെ മുമ്പിൽ പെട്ടെന്ന് വന്ന കുഴിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ പകച്ച് ഒരു മറുപടി കിട്ടും മുമ്പ് അയാളുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയത്താണ് നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ചില ചതിക്കുഴികളിൽ നമ്മൾ ചെന്ന് വീഴുക. എന്താ ചതിക്കുഴി എന്ന് പറഞ്ഞാൽ? സാധാരണ കുഴികളും ചതിക്കുഴികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ കുഴികൾ നമുക്ക് വ്യക്തമാണ്, അവിടെ കുഴിയുണ്ട്, നമുക്ക് മാറാനും മറിഞ്ഞു പോകാനും വഴിയുണ്ട്. പക്ഷെ ചതിക്കുഴികൾ എന്നത് നമ്മൾ ചെന്ന് വീഴുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്ന ചതിക്കുഴികൾ. ഒരു മകൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ദേ എന്റെ ചുണ്ടിലേക്ക് നോക്കി ഉമ്മ, എന്റെ ചുണ്ടിന്റെ അവിടെ ഒരു മുറിവുണ്ട്, നല്ല വേദനയുണ്ട്. ഉമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഉമ്മ പറയാ? സാധാരണ നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് ഈ ഒരു മുറിവുമായിട്ട് ചെന്നാൽ ആ ഉമ്മ എന്താ പറയാ? എന്റെ ഉമ്മയാണെങ്കിൽ പറയും, അത് മോനെ പുണ്ണാണ്, വായിൽ ചെറിയ പുണ്ണുണ്ടായതാണ്, അത് സാരല്ല, നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഭക്ഷണം കഴിച്ചാൽ അത് മാറിക്കോളും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, ഉമ്മ എന്റെ മുറിവും മാറുന്നില്ല, വേദന കൂടുകയാണ്. ഉമ്മ പറഞ്ഞു, മോനെ
ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വിറ്റാമിൻ ബി കോംപ്ലക്സിന്റെ ഒരു 4 ഗുളിക വാങ്ങിക്കോ, അത് കഴിച്ചാൽ മാറും. 2-3 ദിവസം കഴിഞ്ഞു ഉമ്മ മോനെ രാവിലെ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ മോൻ പറഞ്ഞു, ഉമ്മ എനിക്ക് ചായ വേണ്ട. അതെന്താ? ഉമ്മന്റെ ചുണ്ട് ഭയങ്കര വേദന, ഒന്നും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഉമ്മ വന്നു നോക്കിയപ്പോ വെളുത്ത വട്ടത്തില് അതിന്റെ നടുവില് ഒരു ചുവന്ന കുത്തുപോലെ ഒരു മുറിവ്, അത് മാറുന്നില്ല, അതങ്ങനെ ആ ചുവപ്പിന്റെ നിറം കൂടി വന്നിരിക്കുന്നു. ഉമ്മ പറഞ്ഞു, ഇന്ന് സ്കൂൾ ഒഴിവാക്കണ്ട, അമ്മ സ്കൂൾ പോയിക്കോ, വൈകുന്നേരം ഉമ്മ വരും, നമുക്ക് രണ്ടാക്കും ഡോക്ടറെ പോയി കാണാം. ആ മകന് ബാപ്പ ഇല്ല, ബാപ്പ മരിച്ചിട്ടുണ്ട്. ഈ ഉമ്മ ഈ മകന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. വൈകുന്നേരം ആ മോനെയും കൊണ്ട് ഉമ്മ ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ മുറിവ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, 3 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട്, മാറിക്കോളും. 3 ദിവസം കൊണ്ടും മുറിവുണങ്ങിയില്ല എന്ന് മാത്രമല്ല, വേദന കൂടിയപ്പോ ആ മോനും ഉമ്മയും വീണ്ടും ഡോക്ടറെ കാണാണ്. ഡോക്ടറെ കണ്ട് പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതൊന്ന് ശരിക്കൊന്ന് പരിശോധിക്കണം, നിങ്ങൾ ആ അങ്ങേ റൂമിലേക്ക് മാറി നിൽക്കണം, സാമ്പിൾ കൊടുക്കണം, നമുക്ക് റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടും. ഒരാഴ്ച കഴിഞ്ഞു, റിസൾട്ട് ഡോക്ടറുടെ കയ്യിൽ കിട്ടി. മകനും ഉമ്മയും ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു, മോൻ പുറത്ത് നിൽക്കട്ടെ, ഉമ്മ അകത്തേക്ക് കയറി വരണം. ഉമ്മ ചെന്നു. ഡോക്ടർ ആ ഉമ്മയോട് ചോദിച്ചത്, നിങ്ങളുടെ മകന് എന്തെങ്കിലും ദുശ്ശീലങ്ങൾ ഉള്ളതായി നിങ്ങൾക്കറിയുമോ? പുകവലി, സിഗരറ്റ്, അങ്ങനെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ, പാക്ക്, പാൻ പരാഗ് എന്തെങ്കിലും ഉണ്ടോ? മോൻ പറഞ്ഞു, ഇല്ല സാറേ, എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ദുസ്വഭാവം ഇല്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ആരുമായിട്ട് പറഞ്ഞിട്ടില്ല. ആ ഡോക്ടർ തന്റെ മേശവലിപ്പിൽ നിന്ന് നല്ല തിളങ്ങുന്ന 3-4 കവറുകൾ പുറത്തെടുത്തിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കവറുകൾ, പാക്കറ്റുകൾ നിങ്ങളുടെ മകന്റെ കയ്യിലോ കീശയിലോ സ്കൂൾ ബാഗിലോ അവന്റെ മേശവലിപ്പിലോ എവിടെയെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? ആ ഉമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, ഡോക്ടർ എന്താ ആ സ്വർണത്തിന്റെ നിറമുള്ള തിളങ്ങുന്ന കവർ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു കവറ് എന്റെ മകന്റെ പാന്റ് കഴുകിയപ്പോ അലക്കിയപ്പോ ഒരിക്കൽ അവന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അതെന്താന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അവന്റെ കൂട്ടുകാരൻ്റെതാണ്, തിരിച്ചു കൊടുക്കാൻ വിട്ടുപോയതാണ്, അതുകൊണ്ട് അത് എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിയിട്ട് അവൻ അതുകൊണ്ട് പോയി ഡോക്ടറെ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആ പരിശോധന റിപ്പോർട്ടിലേക്ക് നോക്കി, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ ആ ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ മുറിവ് അതൊരു സാധാരണ മുറിവല്ല, നിങ്ങളുടെ മകന്റെ ജീവിതത്തിന്റെ അവസാനം കുറിക്കുന്ന ഒരു വലിയ രോഗത്തിന്റെ തുടക്കമാണ് എന്ന ഒരു സന്ദേശം ആ ഉമ്മക്ക് ആ ഡോക്ടർ കൊടുക്കുകയാണ്. ആ ഉമ്മ താൻ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഡോക്ടറുടെ മേശയുടെ അടിയിലേക്ക് ഊർന്നു വീഴുകയാണ്, ഒരു വല്ലാത്ത ശബ്ദത്തോടു കൂടി. ഈ ശബ്ദം കേട്ടാണ് മകൻ തന്റെ വാതിൽ തുറന്ന് ഉമ്മയുടെ അടുത്തേക്ക് എത്തുന്നത്. ഇന്ന് ഇവിടെ വലിയ വ്രണപ്പെട്ട് റേഡിയേഷന്റെ ഫലമായി പല്ലുകളൊക്കെ കൊഴിഞ്ഞുപോയി, കൺപുരികങ്ങൾ പോലും കൊഴിഞ്ഞുപോയി, ഏതു സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തെയും കാത്ത് ആ ചെറുപ്പക്കാരൻ കിടക്കുന്നു. തന്റെ മകനെ ഒരുപാട് കാലം വേദനിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അവന്റെ ജീവനെ തിരിച്ചെടുത്ത് എന്റെ മകനോട് സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടെ ആ മകനു വേണ്ടി ജീവിച്ച ഉമ്മ അവന് വേണ്ടി കാവലിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ആ മകൻ നല്ല മകനായിരുന്നു, എല്ലാവരോടും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു യാത്രയിൽ തന്റെ കൂടെ ബസ്സിലിരുന്ന് തന്നെ പരിചയപ്പെട്ട ഒരാൾ അവന് സൗജന്യമായി കൊടുത്ത ഒരു നുള്ള് കറുത്ത പൊടി അതാദ്യമായി ചുണ്ടിനിടയിലേക്ക് വെച്ചു കൊടുക്കാൻ പഠിപ്പിച്ചത് ആവിചാരിതമായി പരിചയപ്പെട്ട അയാളായിരുന്നു. പിന്നെ പലരിൽ നിന്നും അവനത് കിട്ടാതെ വന്നപ്പോൾ അവൻ സ്വയം വാങ്ങി, പിന്നെ മാറ്റിവെക്കാനാവാത്ത ഒരു ജീവിതശീലമായി അത് മാറി. ഇന്ന് ജീവിക്കുവാൻ പോലും കഴിയാത്ത വിധം മരണത്തിന്റെ പടവുകൾ താണ്ടി ആ 18കാരൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില ചതിക്കുഴികളിൽ നമ്മൾ ചെന്ന് ചാടും. പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്ക് നമ്മുടെ പിടുത്തം വിട്ട് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രായം, എനിക്ക് സംസാരിക്കേണ്ടത് അഡോളസൻസ്, നോ ദ ഹിഡൻ ഹാംസ്. നിങ്ങൾ കൗമാരക്കാരാണ്, ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലത്തൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയേക്കാവുന്ന, സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന, ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് മോഹങ്ങളുമായി ജീവിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് നിങ്ങളുടെ കാലഘട്ടം. ഞങ്ങളൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ്, ഞങ്ങൾക്ക് ഇന്ന് ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബാധ്യതകളില്ലാത്ത, ഉത്തരവാദിത്തങ്ങളില്ലാത്ത, എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെയും നടത്താൻ സാധിക്കുന്ന ജീവിതത്തിലെ സുന്ദരമായ ഒരു കാലം. അതുകൊണ്ട് തന്നെ ഈ സുന്ദരമായ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ചതിക്കുവാൻ വേണ്ടി ചതിക്കുഴികളൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ചതിയന്മാർ നിങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ട്. പക്ഷേ ആ ചതിയന്മാരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് നിങ്ങളെപ്പോലുള്ളവർ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അപകടം. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മക്കളെ, ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവുമേറെ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ നൽകുന്ന മറുപടി, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവുമേറെ സ്നേഹിക്കേണ്ടത് എൻ്റെ ഉമ്മയെയാണ്, എൻ്റെ ഉപ്പയെയാണ്. ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് എൻ്റെ ഉമ്മയോടാണ്, എൻ്റെ ഉപ്പയോടാണ്.
പക്ഷേ മാതാപിതാക്കൾ പോലും, നമ്മൾ ഏറെ സ്നേഹിക്കേണ്ട നമ്മുടെ മാതാപിതാക്കൾ പോലും നമുക്കൊരു ഭാരമായി തീരുന്ന, അവർ നമുക്കൊരു ശല്യമായി തീരുന്ന, അവരുടെ മുഖത്ത് നോക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത, അവരുടെ ഉപദേശങ്ങൾ ഇഷ്ടപ്പെടാത്ത, അവരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത, അവരെ ധിക്കരിക്കുന്നത് ജീവിതത്തിന്റെ സ്വഭാവമായി നമ്മൾ സ്വീകരിച്ച ഒരു കാലം. ഉമ്മയ്ക്ക് ചോറ് വിളമ്പി വെച്ചിട്ട്, മോനെ ഇതൊന്ന് വന്ന് കഴിക്കടാ, ഇതിന്റെ ചൂടാറുന്നുണ്ട്, ഇപ്പൊ അവരമ്മ 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത് ഉമ്മ വിളിച്ചു, മോനെ ഒന്ന് വാടാ, ഇതൊന്ന് കഴിച്ചു പോ, ഇതിന്റെ ചൂടാറുന്നുണ്ട്, ഞാൻ അപ്പ വരമ്മ, ഇത് കഴിഞ്ഞ ഒപ്പ വരാം. മൂന്നാമത് ഉമ്മ വിളിക്കുകയാണ്, മോനെ രാവിലെ കയറിയത് അടുക്കളയിൽ, മോൻ വന്ന് ചോറ് കഴിച്ചിട്ട് വേണം ഈ പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട്, ഉമ്മാക്ക് ഒരുപാട് പണിയുണ്ട്, അടുക്കളയിൽ നിന്ന് ഇറങ്ങാനാ, മോനൊന്ന് വാ. അല്ലാ, നമുക്ക് ദേഷ്യം പിടിച്ചില്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ഉമ്മാനോട് വരാന്ന്, എനിക്ക് ചോറ് വേണ്ട, നിങ്ങളെന്നെ തിന്നോളി. ആ സംസാരം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നേരുണ്ടെങ്കിൽ നിങ്ങൾ ആ അടുക്കളയുടെ ഭാഗത്തേക്കൊന്ന് ചെല്ലണം. തിരിഞ്ഞു നിന്ന്, ചുമരിനു നേരെ തിരിഞ്ഞു നിന്ന്, തോളിലെ തോർത്തുമുണ്ടുകൊണ്ട് അല്ലെങ്കിൽ തലയിലെ തട്ടം കൊണ്ട് കണ്ണു തുടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾക്ക് കാണാം. ഈ ഭൂമിയുടെ മേലെ നിങ്ങളെ ഏറ്റവുമേറെ സ്നേഹിച്ച മാതാപിതാക്കളെ പോലും നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റുന്ന ചതിക്കുഴികളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ചില കൂട്ടുകാർ, ചില സന്ദർഭങ്ങൾ, ചില ശീലങ്ങൾ, ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ ഈ ലോകത്ത് നിങ്ങൾക്ക് ചതിക്കുഴികൾ ഒരുക്കുന്ന ചതിയന്മാരാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി.കെ. സക്കരിയ സ്വലാഹി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, നിങ്ങളെ ചതിക്കുഴിയിൽപ്പെടുത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച്. അല്ലേ, ഞാനിവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഈ രണ്ട് വിഭാഗത്തെയും വ്യത്യസ്തമായ ചതിക്കുഴികൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ലോകത്തിലെ ചതിയന്മാർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കുന്നത് എന്റെ ആൺമക്കളോടാണ്. ദയവ് ചെയ്ത് എന്റെ പെൺമക്കൾ ഞാൻ ഈ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോളി, നിങ്ങൾ കേൾക്കണ്ട. ഞാൻ ഈ ആൺകുട്ടികളോട് മാത്രം ഒരു സ്വകാര്യം പറയട്ടെ, മൈക്കിലായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, സാരല്ല. പ്രിയപ്പെട്ട ആൺമക്കളെ, ഈ പ്രായത്തിൽ നിങ്ങളെ ഏറ്റവുമേറെ ചതിയിലകപ്പെടുത്തുന്ന ചതിക്കുഴികൾ ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ഒന്നാമത്തെ മറുപടി മൊബൈൽ ഫോൺ, രണ്ടാമത്തെ മറുപടി മയക്കുമരുന്നുകൾ, മൂന്നാമത്തെ മറുപടി വൃത്തികെട്ട സെക്സ്, നാലാമത്തെ മറുപടി അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ തിരിച്ചുവിടുന്ന നവ നാസ്തികത, നിരീശ്വരവാദം, പുതിയ വാദങ്ങൾ, പുതിയ സിദ്ധാന്തങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ ഇല്ലാതാക്കുന്ന പുതിയ സമ്പ്രദായങ്ങളും പുതിയ തത്വങ്ങളും പുതിയ ശീലങ്ങളും നിങ്ങൾക്കിടയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഈ 4 അപകടങ്ങൾ. ഒന്ന്, മൊബൈൽ ഫോൺ. ജീവിതത്തിൽ വേണ്ടാത്ത ശീലങ്ങളും വേണ്ടാത്ത പാഠങ്ങളും വേണ്ടാത്ത കാഴ്ചകളും വേണ്ടാത്ത ശബ്ദങ്ങളും നിങ്ങൾ കൊരുക്കി വെച്ച് ആ ശബ്ദങ്ങളിൽ നിങ്ങളെ കുരുക്കിയിട്ട മൊബൈൽ ഫോൺ നിങ്ങളുടെ തലമുറക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ കുറച്ചൊന്നല്ല. ഞാൻ എന്റെ ചെറുപ്പകാലം, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1973 എന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് 70കളുടെ 80കളുടെ കാലഘട്ടമാണ്. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഈ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഓല കൊണ്ട് മേഞ്ഞ ചെറിയ സിനിമാ കൊട്ടകൾ, സിനിമാശാലകളുണ്ട്. ആ സിനിമാശാലകളിലൊക്കെ വെള്ളിയാഴ്ചകളിലാണ് സിനിമ മാറുക. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ഒരു സൈക്കിളിൽ വെച്ച് മൈദയൊക്കെ കലക്കിയിട്ട് ഒരാളിങ്ങനെ പുതിയ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വരുമ്പോൾ കുട്ടികളൊക്കെ റോട്ടിക്കിറങ്ങി നോക്കി നിൽക്കും ഏത് സിനിമയാണ് മാറി വന്നത്. എന്നാൽ ചില സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചാൽ അതിലേക്ക് നോക്കിയ കുട്ടികൾ അറപ്പോടുകൂടി മുഖം കുരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഓടും. അതായത് വൃത്തികെട്ട ചില സിനിമകളുടെ പോസ്റ്ററുകൾ ഒട്ടിക്കും. ആ പോസ്റ്ററിന്റെ മേലെ വലിയ ഒരു ഇംഗ്ലീഷ് അക്ഷരം എഴുതി വെച്ചിട്ടുണ്ടാവും, എ എന്നൊരു വലിയ അക്ഷരം. എന്ന് പറഞ്ഞാൽ ആ സിനിമ വളരെ വൃത്തികെട്ടതാണ്, അത് കാണാൻ പറ്റൂല, അതൊരു പ്രത്യേക സ്വഭാവമുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന വൃത്തികെട്ട സിനിമയാണ് എന്ന് ആ അക്ഷരം സൂചിപ്പിക്കുകയാണ്. സാധാരണ എല്ലാ തിയേറ്ററിലും ആ സിനിമ ഓടൂല, അത് ഏറ്റവും ഒരു 4-കിട തിയേറ്ററിൽ മാത്രമേ ഓടുള്ളൂ. ആ സിനിമ കാണാൻ സാധാരണക്കാർ പോകൂല. തലയിലൊക്കെ മുണ്ടിട്ടിട്ട് സെക്കൻഡ് ഷോക്കൊക്കെ പതുക്കെ ഇരുട്ടിന്റെ മറ പറ്റിയിട്ടേ ആൾക്കാർ ആ സിനിമക്ക് പോകുള്ളൂ. ആരെങ്കിലും ആ സിനിമക്ക് പോയി എന്നറിഞ്ഞാൽ പിറ്റേന്ന് നാട്ടിൽ ആകപ്പാടം എടാ വൃത്തിയട്ടോനെ ആ സിനിമക്ക് പോയോ, എന്തിനാ പറ്റുക, എന്റെ വീട്ടിൽ ഉമ്മയും പെങ്ങന്മാരൊക്കെ അല്ലേ, ആൾക്കാരൊക്കെ ചീത്തറിയും. അതുകൊണ്ട് ഒരുമാതിരി ആൾക്കാരും ആ സിനിമ കാണാൻ പോകില്ല. ഞാനൊന്നും ആ സിനിമ കണ്ടിട്ടേ ഇല്ല. ഇനി കാണാൻ പോകുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കാണാൻ പറ്റൂല. കാരണം ഞാനെങ്ങാനും സെക്കൻഡ് ഷോക്ക് തലയിൽ മുണ്ടക്കെട്ട് കെട്ടി ആരും കാണാതെ ആ സിനിമക്ക് പോയി എന്ന് അറിഞ്ഞാലേ പിറ്റേന്ന് എന്റെ നാട്ടുകാർക്ക് സൗജന്യമായിട്ടൊരു മയ്യത്ത് നിസ്കാരം കിട്ടും, എന്റെ വാപ്പന്നെ കൊന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി എന്റെ വീട്ടിലുണ്ടായിരിക്കെ അവന് ഇന്ന് അങ്ങനത്തെ ഒരു സിനിമ കാണാൻ സെക്കൻഡ് ഷോക്ക് കാത്തിരിക്കണോ? തലയിൽ മുണ്ടിട്ട് കെട്ടണോ? ആരും കാണാതെ നട്ടപ്പാതിലേക്ക് കാത്തിരിക്കണോ? വേണ്ട. അവന്റെ കയ്യിലെ അവന്റെ ബാപ്പ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിൽ, അവന്റെ ബാപ്പ കൊടുത്ത പണം കൊണ്ട് ആ ഫോണിലേക്ക് അവൻ വെച്ചിരിക്കുന്ന ഇന്റർനെറ്റിൽ അവന് എന്ത് വൃത്തികേട് കാണണോ അതവന് സൗജന്യമായിട്ട് കാണാം. അവന്റെ കിടപ്പുമുറിയിൽ കാണാം, കൂട്ടുകാരുടെ കൂടെ കാണാം, പഠന സമയത്ത് കാണാം, ഭക്ഷണ ഹാളിൽ കാണാം, അവൻ ട്രെയിനിൽ ഇരുന്ന് കാണാം, ബസ്സിൽ ഇരുന്ന് കാണാം, ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കാണാം. അഥവാ എന്റെ കാലത്ത്, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചാൽ പോലും കാണാൻ കഴിയാത്ത, നടക്കാത്ത ഒരു കാര്യം നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് വളരെ ഈസിയായി, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ഞങ്ങളുടെ സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരാൾ പെട്ടെന്ന് ഹീറോ ആയി. എന്താ ഹീറോ ആവാൻ കാരണം അറിയോ?
അവൻ അപ്പുറത്തുള്ള ക്ലാസ്സിലെ പെൺകുട്ടിക്ക് ഒരു പ്രണയലേഖനം കൊടുത്തു. അതാണ് അവനെ ഹീറോ ആക്കിയത്. കാരണം ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും സെപ്പറേറ്റ് ക്ലാസ്സാ. ആ കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരാൾ ഒരു പ്രേമലേഖനം കൊടുക്കണമെങ്കിൽ ഓൻ അപാര ധൈര്യം വേണം. കാരണം ഒരു ഹെഡ്മാഷെ പോലത്തെ ഒരു 12 മാഷുമാരും അവരുടെ കയ്യിൽ 1.5 മീറ്റർ വലിപ്പമുള്ള ചൂരല. ആ ചൂരലുമായിട്ട് വരാന്തി കൂടെ അങ്ങനെ നടക്കലവര് കണ്ടാടി കേട്ടാടി, ഒന്നുമില്ലെങ്കിൽ എന്താണ് വെറുതെ ചോദിച്ച അടിയാ, ഫുൾ അടിയാ. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു കത്തൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ജൂൺ മാസത്തിൽ എഴുതിണ്ടാക്കിയ കത്ത് അടുത്ത മാർച്ച് മാസം വരെ കീശിലിട്ട് അതിന്റെ ഇടയ്ക്ക് കൊടുക്കാൻ കഴിയാതെ മാർച്ച് 31 സ്കൂൾ അടച്ചു പോകുമ്പോൾ അത് കീറി പുറത്തേക്കിട്ട് പോകലാണ് സാധാരണ പതിവ്. അത്ര പേടിയാണ് ഒരു കത്ത് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ഞങ്ങളുടെ സുഹൃത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു കത്ത് കൊടുത്ത് അവൻ സ്കൂളിലെ ഹീറോ ആയി. ഞങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? ഇന്ന് കൂടെ പഠിക്കുന്ന പെൺകുട്ടിയോട് ഇഷ്ടമാണ് എന്ന് പറയാൻ അവന്റെ ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ കീശയിലെ മൊബൈൽ ഫോൺ എടുത്തിട്ട് 2-3 അക്ഷരങ്ങൾ നെക്കിയിട്ട് അവൻ ഒരു ബട്ടൺ അമർത്തിയാൽ അവന്റെ മൊബൈൽ കീ എന്ന് പറയും. കീ മെസ്സേജ് പോയി എന്നർത്ഥം. 10 സെക്കൻഡ് കൊണ്ട് അവൻ വിചാരിച്ച പെൺകുട്ടിയുടെ സ്കൂൾ ബാഗിന്റെ ഉള്ളിൽ നിന്ന് കീ എന്ന് ഒച്ചേക്കാം അവിടെ കിട്ടിയെന്നർത്ഥം. സംഗതി കിട്ടി. ഒച്ച കേട്ടപ്പോൾ പതുക്കെ ബാഗ് തുറന്നിങ്ങനെ നോക്കി, സംഗതി മനസ്സിലായി. അപ്പൊ തന്നെ മറുപടി കുറിച്ചു ഇവന്റെ ബാഗിലേക്ക്, ഇവന്റെ ഫോണിലേക്ക്. ഓക്കേടാ, കഴിഞ്ഞു. ഇനി ബാപ്പി ഇമ്മയും കണ്ട് ഡേറ്റ് തീരുമാനിച്ച് കല്യാണം നടത്തിയാൽ മതി. 10 സെക്കൻഡ് കൊണ്ട് അന്വേഷണം, സമ്മതം, നിരോധനം, മനസ്സമ്മതം ഒക്കെ നടക്കും. എന്നാൽ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥ. ഞാൻ സൂചിപ്പിച്ചത് ഏത് തിന്മകളും ഒരു തടസ്സമില്ലാതെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങൾ. നിങ്ങൾ ജീവിക്കുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു കാലത്താണ്. അതാ ഞങ്ങൾക്ക് പേടി. ഞങ്ങൾക്ക് ആർക്കും എങ്ങനെയാ പടച്ചോനെ ഈ കുട്ടികൾക്ക് ചോറ് കൊടുക്കുക, അരി വാങ്ങാൻ ഗതിയില്ലല്ലോ എന്ന് ഞങ്ങൾ ആരും പേടിക്കുന്നില്ല. പടച്ചോനെ എന്റെ മക്കളുടെ ഡ്രസ്സൊക്കെ പഴയതായല്ലോ, എന്റെ മക്കൾക്ക് എങ്ങനെയാ പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കുക, ഞങ്ങൾക്ക് പേടിയില്ല. പടച്ചോനെ എന്റെ മക്കളെ പഠിപ്പിക്കാൻ എവിടുന്ന എനിക്ക് പൈസ കിട്ടുക, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളുടെ വൃക്ക വിറ്റിട്ടാണെങ്കിലും നിങ്ങൾക്കുള്ള പണം ഞങ്ങൾ ഉണ്ടാക്കും. എന്റെ സുഹൃത്ത് പിന്നെ അൻസാർ നന്മണ്ടയുടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്, അദ്ദേഹം ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് പോരുമുണ്ട്, ഒരു മൊബൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നടക്കേണ്ട അങ്ങാടിയിലെ ഒരു മൊബൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനം. ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പൊ കൂടാൻ കാരണം എന്താ അറിയോ? ആ മൊബൈൽ ഷോപ്പിന്റെ മുമ്പിൽ ഒരു വലിയ ബലൂൺ കൊണ്ടുണ്ടാക്കിയ വലിയൊരു മനുഷ്യന്റെ രൂപം, ഒരു പ്ലാസ്റ്റിക്കിന്റെ രൂപം. ആ രൂപം അങ്ങനെ ഡാൻസ് ചെയ്യാൻ. സാധാരണ രൂപങ്ങൾ ഡാൻസ് ചെയ്യൽ എങ്ങനെയാണ്? അതിന്റെ ഉള്ളിലേക്ക് എയർ കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തി താങ്ങുക. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കൈ കാട്ടുന്നതും തലയാട്ടുന്നതൊക്കെ എയറാണ്. പക്ഷെ ഇതല്ല, ഇത് ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ ചാടി ചാടി നൃത്തം വെക്കുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് എയറല്ല, ഒരു മനുഷ്യൻ, ഒരു പ്രത്യേക ജീവിയുടെ രൂപം ധരിച്ചതാ. അയാളുടെ കാലിന്റെ മടമ്പ് മുതൽ മേലേക്ക് വേറെ ഒരു മുയലിന്റെ രൂപത്തിൽ അയാൾ നിൽക്കുന്നത്. എന്നിട്ട് അയാൾ ഇങ്ങനെ ഡാൻസ് ചെയ്യാം. ഡാൻസ് ചെയ്ത് കണ്ടാൽ അറിയാം അയാൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഒരു സ്റ്റെപ്പ് പോലും അയാൾക്ക് ശരിക്കും അറിയില്ല. കാരണം ഒരു പ്രത്യേക ചാട്ട, ഡാൻസിന്റെ ചാട്ടൊന്നല്ല. അയാൾ ഇങ്ങനെ ചാടുക, അയാൾക്കൊന്നും അറിയില്ല. പക്ഷേ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ അയാളുടെ ആ കാലിന്റെ അടിഭാഗത്തേക്ക് നോക്കിയാൽ കാണാം അയാൾ ധരിച്ചിരിക്കുന്നത് വാറ് പൊട്ടി തുന്നിയ ഒരു പഴയ VKC ചെരുപ്പാണ്. ആ ചെരുപ്പിന്റെ പിൻഭാഗത്ത് ഓട്ട വീണിട്ടുണ്ട്. അയാളുടെ കാൽപാദങ്ങൾ നരമ്പുകൾ പടച്ച് കറുത്ത നിറമുള്ള, കാണാൻ ഭംഗിയില്ലാത്ത, മെലിഞ്ഞ, എല്ലിച്ച കാൽപാദങ്ങളാണ്. ഏതോ ഒരു മെലിഞ്ഞ സാധു മനുഷ്യൻ ജീവിക്കാൻ വകയില്ലാത്ത തന്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടി അയാൾ ആ റോഡിന്റെ പിന്നിൽ നിന്ന് ചാടുകയാണ്. അയാൾക്ക് ഡാൻസ് കളിക്കാനുള്ള മോഹം കൊണ്ടല്ല, അയാൾക്ക് ഡാൻസിന്റെ സ്റ്റെപ്പുകൾ അറിയില്ല, അയാൾ ആസ്വദിക്കുകയല്ല. വൈകുന്നേരം തന്റെ കുടുംബത്തിലെ കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി ആ പാവം മനുഷ്യൻ ആ റോഡിന്റെ വക്കത്ത് നിന്ന് ചാടുകയാണ്. അങ്ങനെ ചാടിയിട്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അന്നം തരാൻ, നിങ്ങൾക്ക് തുണി തരാൻ, നിങ്ങൾക്ക് ബുക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന വല്ലാത്ത ഒരു സംഗതിയുണ്ട്. രാത്രി ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന വല്ലാത്ത ഒരു സംഗതിയുണ്ട്. നിങ്ങളുടെ ഉമ്മയും ബാപ്പയും പാതിരാത്രികളിൽ നിശ്വാസത്തോടുകൂടി അവർ കരഞ്ഞുകൊണ്ട് ആരോട് പറയണമെന്നറിയാതെ പരസ്പരം സമാധാനിപ്പിക്കാൻ ശ്രമിച്ച ചില ദുരന്തങ്ങൾ നിങ്ങൾക്ക് മേലിലുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ ജീവനക്കാളേറെ സ്നേഹിച്ച ഞങ്ങളുടെ മക്കൾ വളരെ പെട്ടെന്ന് അവർ ഞങ്ങളുടെ മക്കളല്ലാതായി മാറുന്നു. അവർക്ക് ഞങ്ങളെക്കാളേറെ സ്നേഹം വേറെ പലരോടാണ്. അവർക്ക് ഞങ്ങളെക്കാളേറെ ഇഷ്ടം വേറെ പലരോടാണ്. അവർക്ക് ഞങ്ങളെക്കാളേറെ മറ്റുള്ളവരെ കാണാനാണ് കൊതി. രജിസ്റ്റർ ഓഫീസിൽ അന്യമതക്കാരന്റെ കൂടെ ചാടിപ്പോയിട്ട് അവസാനം കല്യാണം കഴിക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ വന്ന പെൺകുട്ടിയും അവൾ സ്നേഹിച്ച ചെറുപ്പക്കാരനും, ആ പെൺകുട്ടിയുടെ വൃദ്ധന്മാരായ മാതാപിതാക്കൾ സർവീസിൽ നിന്ന് വിരമിച്ച അത്തിരി പ്രായമായ കാരണം പ്രായം ഒരുപാട് ആയ ശേഷമാണ് മകൾ ഉണ്ടായത്. അതുകൊണ്ട് ആ മകളെ ജീവനക്കാളേറെ സ്നേഹിച്ച മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ രജിസ്റ്റർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഈ മകൾക്ക് വേണ്ടി ആ അമ്മ കരയുന്നുണ്ട്, അച്ഛൻ കരയുന്നുണ്ട്. മകളെ ഒന്ന് കിട്ടാൻ ആ അമ്മ മകളുടെ ചെറുപ്പക്കാരൻ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ട് മകളെ വിളിക്കുന്നുണ്ട്. പക്ഷേ താൻ സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഉമ്മയെയും ഉപ്പയെയും നോക്കാതെ നിന്നു. ഇത് കണ്ടിട്ട് സൈക്കവയ്യാളായപ്പോ രജിസ്റ്റർ ഓഫീസിലെ രജിസ്ട്രാർ ചോദിച്ചു, അത്രേ മോളെ, നിന്റെ മാതാപിതാക്കളെ വിട്ട് ഇവന്റെ കൂടെ പോകാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ഇത്രമാത്രം നിന്നെ സ്നേഹിച്ച മാതാപിതാക്കളെ. ആ പെൺകുട്ടി പറഞ്ഞു, സർ, കഴിഞ്ഞ ഒരു വർഷമായി ഈ ചെറുപ്പക്കാരൻ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് അയാളെ വിട്ടുപോകാൻ പറ്റൂല. ഈ വാർത്ത കേട്ട് ബോധം കെട്ട് വീഴാൻ ഒരുങ്ങിയ തന്റെ ഭാര്യയെ, ഈ പെൺകുട്ടിയുടെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൃദ്ധനായ ആ പിതാവ് പറഞ്ഞു, എടി നീ വിഷമിക്കണ്ട,
കഴിഞ്ഞ 19 കൊല്ലം നമ്മൾ നമ്മുടെ മകളെ ജീവനെ പോലെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവൾ അറിഞ്ഞില്ല 19 കൊല്ലത്തെ നമ്മുടെ സ്നേഹം അവൾ അറിഞ്ഞില്ല. ഒരു കൊല്ലം ഈ ചെറുപ്പക്കാരൻ കൊടുത്ത സ്നേഹമാണത്രേ അവൾക്ക് വലുത്. പോകട്ടെ നമ്മുടെ മകൾ. 19 കൊല്ലം നമ്മൾ സ്നേഹിച്ചത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മകൾ അവൾ നമുക്ക് വേണ്ട. അവൾ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകട്ടെ. പ്രിയപ്പെട്ട മക്കളെ,